ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത മാസം ഇന്തോനേഷ്യ സന്ദർശിക്കാനിരിക്കെ 2 കത്തോലിക്ക ദേവാലയങ്ങളെ ലക്ഷ്യമാക്കി ഇസ്ലാമിക തീവ്രവാദികൾ നടത്താനിരുന്ന ആക്രമണം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പരാജയപ്പെടുത്തി. കിഴക്കൻ ജാവയിൽ കത്തോലിക്ക വിശ്വാസികൾ ഏറെയുള്ള ഭാഗത്ത് തീവ്രവാദികൾ നടത്താനിരുന്ന ആക്രമണമാണ് ഇന്തോനേഷ്യയുടെ ദേശീയ പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റായ ഡെൻസസ് 88 പരാജയപ്പെടുത്തിയത്. സെപ്റ്റംബർ 2 മുതൽ 13 വരെ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും ഓഷ്യാനിയയിലേക്കും നടത്താനിരിക്കുന്ന പാപ്പയുടെ അപ്പസ്തോലിക യാത്രയ്ക്ക് മുന്നോടിയായി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് ഇന്തോനേഷ്യയുടെ ദേശീയ പോലീസിന്റെ സ്ക്വാഡ് തകർത്തത്. 2 ക്രിസ്ത്യൻ പള്ളികൾ ലക്ഷ്യമിട്ടായിരുന്നു തീവ്രവാദി ആക്രമണ നീക്കം എന്നു മാത്രമായിരുന്നു സംഭവത്തെക്കുറിച്ച് ബ്രിഗേഡിയർ ജനറൽ ട്രൂനോയിഡോ വിസ്നു ആന്റിക്കോ പ്രതികരിച്ചത്. അറസ്റ്റിലായ 3 പ്രതികളും തീവ്രവാദ രാഷ്ട്രീയ ബന്ധമുള്ളവരാണെന്ന് ജനറൽ ആന്റിക്കോ അറിയിച്ചു. ദൌല ഇസ്ലാമിയ എന്ന ഇസ്ലാമിക് സംഘടനയിലെ അംഗങ്ങളാണ് ഇവർ. എന്നാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. തീവ്രവാദികളുടെ നീക്കത്തിന് മാർപ്പാപ്പയുടെ സന്ദർശനവുമായി ബന്ധമുണ്ടെന്ന അഭ്യൂഹങ്ങളെ പോലീസ് തള്ളിയെങ്കിലും ഇക്കാര്യത്തിൽ ആശങ്ക ശക്തമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ സെപ്റ്റംബർ 3 മുതൽ 6 വരെയുള്ള തീയതികളിലാണ് ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തുന്നത്. 28 കോടിയോളം വരുന്ന ജനസംഖ്യയുടെ 87.02% ആളുകളാണ് ഇസ്ലാം മതം പിന്തുടരുന്നത്. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 3% മാത്രമാണ് കത്തോലിക്കർ. ഇന്തോനേഷ്യൻ ദ്വീപ് സമൂഹത്തിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയത് പോൾ 6 പാപ്പയായിരുന്നു. 1970 ഡിസംബർ 3-നായിരുന്നു സന്ദർശനം. 1989 ഒക്ടോബർ 8 മുതൽ 12 വരെ ജോൺ പോൾ 2 മാർപ്പാപ്പയും ഇന്തോനേഷ്യ സന്ദർശിച്ചു.